ഒരു കുഴപ്പമില്ല. കാരണം നീയൊന്നും അല്ല, ഓക്കെ, മനസ്സിലായോ? നീ എല്ലാം എന്താണെന്ന് വെച്ചാൽ പറയാം, ഇതാക്കി എന്ത് മൈരാന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ ഒയ്യെന്ന്, മനസ്സിലായോ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞുതരാം. ഈഗോവും കാര്യങ്ങളല്ല ഗൈസ്. ഞാൻ ഈ പറഞ്ഞ പോലെ ലീഡർ RP ചെയ്യുന്ന സമയത്ത് ഞാൻ ആർക്കും ഏറ്റു കൊടുക്കാൻ പറയുന്നില്ല. ആരും അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ഞാൻ ലൈവും കാര്യങ്ങളും വരുത്തും. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ഈ മൊത്തം കാര്യങ്ങളും നോക്കാനോ ഈ പറഞ്ഞ പോലെ ഇതാക്കാനോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ ഗ്യാങ്ങിൻ്റെ കാര്യങ്ങളോ ഗ്യാങ്ങിൻ്റെ സംഭവങ്ങളോ ഒന്നും പറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ കൂടെ ഷെയ്ക്കോ മാക്കോ എടുക്കുന്ന പോലത്തെ എഫേർട്സ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. പക്ഷേ അവർ എല്ലാവരും മറന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യൂവർഷിപ്പ് ഇല്ലാണ്ട് ഈ പറഞ്ഞ ഒരു പരിപാടി ഇവിടെ നടക്കില്ല, മനസ്സിലായോ? വ്യൂവർഷിപ്പ് ഇല്ലാണ്ട് ഇവിടെ ഒരു പരിപാടിയും നടക്കില്ല. MRC എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ GV ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ സിനിമാറ്റിക് ഇറക്കുന്നു. ഇത് കാണാൻ ആൾക്കാർ വരണം, വേണ്ടേ? ഇത് കാണാൻ ആൾക്കാർ വേണം, അല്ലേ? അല്ലാതെ എന്താ കാര്യം ഇതിനെ കൊണ്ട്? ഈ പറഞ്ഞ പോലെ അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അതിനെ പൊക്കി ഇതാക്കി ഞാൻ പറയുന്നില്ല. ഞാൻ തമാശ കളിച്ചിട്ടും ഇതാക്കിയിട്ടും ഞാൻ ഒരു വ്യൂവർഷിപ്പിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കൊണ്ടുവന്നു. അപ്പോൾ അതൊന്നും ഈ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരും ആരും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല, മനസ്സിലായി? ഈ പറഞ്ഞ പോലെ എല്ലാവരും കുറ്റം പറയാനും ലീഡർ എന്ന് പറയാനും ഈ പറഞ്ഞ പോലെ ലീഡർ കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് പറയാനും ലീഡർ കാര്യങ്ങൾ നോക്കുന്നില്ല, ഇവൻ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല എന്ന് പറയാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം മറന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യൂവർഷിപ്പ് കൊണ്ടുവന്നത് ഞാനാണ്, മനസ്സിലായോ? എന്നിട്ട് അത് മാത്രം മെൻഷൻ ചെയ്യാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവരും മെൻഷൻ ചെയ്ത് പറയുമ്പോൾ എനിക്ക് കൊള്ളുന്നുണ്ടായിരുന്നു, മനസ്സിലായോ? എനിക്ക് കൊള്ളുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ അങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്നെ മൊത്തത്തിൽ, അതായത് എല്ലാവരും ഞാൻ പറയുന്നില്ല, മൊത്തത്തിൽ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലീഡർ ഞാൻ ലീഡറായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ആർക്കും ഒരു യോജിച്ച കാര്യമായിരുന്നില്ല, ആർക്കും ഒരു ഇഷ്ടമല്ലാത്ത കാര്യം തന്നെ ആയിരുന്നു. അതായത് അതിന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എന്ത് സംഭവത്തിനാണെങ്കിലും എന്നെ വിളിക്കാം, എന്നോട് ഇപ്പോൾ ഇന്നത്തെ ഫാൽക്കൺ ഇഷ്യൂവിനാണെങ്കിൽ പോലും ഞാൻ വിളിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഇതാക്കുന്നത്. എന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഐഡിയ ആണെങ്കിൽ എനിക്ക് ഇതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലെങ്കിൽ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ ഒരു തവണയെങ്കിലും വിളിക്കണ്ടടാ. ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ലീഡറായിട്ട് നിൽക്കുമ്പോൾ എന്നെ ഒരു തവണയെങ്കിലും വിളിച്ച് ഷമീറ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഷമീറ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, നീ VC കയറ് കാര്യങ്ങൾ നോക്കുന്ന എന്നോട് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ലൈവിൽ വന്നിരുന്ന് ഈ പറഞ്ഞ പോലെ ഷമീർ അത് ചെയ്യുന്നില്ല, ഷമീർ ഇത് ചെയ്യുന്നില്ല, ഇങ്ങനെ മാത്രം പറയാനേ എല്ലാവർക്കും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ല. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം, ആർക്കും ഏറ്റു കൊടുക്കാൻ ഞാൻ പറയുന്നില്ല, എന്നെ നോക്കിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും അല്ലാത്തത് കൊണ്ടായിരിക്കാം. അതായത് ഈ തൊപ്പി ആയിരിക്കാം ഇവരെ എല്ലാം ഇതായിട്ട് കണ്ടത്. അപ്പം ഞാൻ ലീഡറായി വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഈ സംഭവം. മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കാര്യങ്ങളിലായിരുന്നു, അത് എനിക്ക് തന്നെ ഫീൽ ചെയ്ത കാര്യങ്ങളാണ്, മനസ്സിലായോ? അപ്പോൾ അറ്റ്ലീസ്റ്റ് നോ യു റിയലൈസ്ഡ് ബ്രോ. അതെ അല്ല, എനിക്ക് ഇത് അറിയായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈഗോ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കാണാം, എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ എന്താ പറയുക, ഞാൻ ഇങ്ങനെ ആരും കുറ്റം പറയാനോ ഇതാക്കാനോ ഞാൻ വന്നതല്ല ഗൈസ്. ഞാൻ ഭയങ്കര ഇതിൽ ഫെഡപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതാക്കിയിട്ട് പിന്നെ ഈ പറയുന്ന പോലെ എന്നെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതൊക്കെ കാണുമ്പം ഈ പറഞ്ഞ പോലെ എനിക്കത് വല്ലാണ്ട് കൊള്ളും ഗൈസ്, എനിക്കത് വല്ലാണ്ട് കൊള്ളും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആർക്കും 8 കൊടുക്കുന്നല്ല ഗൈസ്, അത് ഞാൻ ഇപ്പോഴേ പറയാം. ഞാൻ ആരും എടുത്തു പറയുന്നതല്ല. ഈ പറഞ്ഞ പോലെ 8 ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം 8 കിട്ടിയത് എനിക്കാം, അല്ലേ? ആണ് ആദ്യം ഇത് തന്നത്, ആദ്യം കൊടുത്തത് ഞാനല്ല, ആദ്യം എനിക്ക് ഇങ്ങോട്ടാണ് കിട്ടിയത്. എന്നിട്ടും ഞാൻ അതിനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നമ്മളെ പുറത്തുള്ള ഒരാൾ ഈഗിൾ വന്ന് ഇത് സംസാരിച്ചു, എന്ത് നിങ്ങൾ ലീഡറും തമ്മിലുള്ള പ്രോബ്ലം ആദ്യം തീർക്കുന്നത്. അപ്പോൾ പോലും ഞാൻ ചെയ്യുന്ന എന്താ അപ്പോൾ പോലും ഞാൻ നമ്മളൊന്നാന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ നമ്മളെ കൂടെ നിൽക്കുക, MRCൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, മനസ്സിലായോ? MRCൻ്റെ കൂടെ തന്നെ ഞാൻ നിന്നിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ ഈഗിളാണെങ്കിലും ഏതൊരുത്തം വന്ന് നമ്മളെ ഇതാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അവരുടെ കൂടെ ഞാൻ നിന്നിട്ടുള്ളൂ. അതായത് നമ്മളകത്തെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുറത്തത് കാണിക്കണ്ട എന്നുള്ള രീതിയിലേ ഞാൻ നിന്നിട്ടുള്ളൂ. പക്ഷേ ഞാനിത് ഇന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത് ലീവ് ചെയ്ത്, ഞാൻ ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ലീവ് ചെയ്ത് ഞാൻ പോകാം.
ബ്രോ നോ ഹേറ്റ് ബട്ട് ഷെയ്ക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ 10 rupees. എടാ ഞാൻ അങ്ങനെ ആരും ഇതാക്കി പറയുന്നൊന്നല്ലടാ, എല്ലാവരും അങ്ങനെ ഇതാക്കി പറയും. എല്ലാവർക്കും അവരവരെ ഭാവിയുണ്ട്, മനസ്സിലാവും. എല്ലാവർക്കും അവരവരെ ഭാവിയുണ്ട്, എല്ലാവർക്കും അവരവരെ കരിയറാണ് വലുത് എല്ലാവർക്കും. പക്ഷെ എന്ന് കരുതി ഈ കരിയർ ഇതാക്കി തന്ന ഈ GTA RP വ്യൂവർഷിപ്പ് കയറ്റി തന്ന ഒരാളെ ഈ പറഞ്ഞ ഇതിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് അത് കൊണ്ട കാര്യമാണ് ഈ പറഞ്ഞ പോലെ. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അന്ന് ലൈവിൽ ഞാൻ അത് റിയാക്ട് ചെയ്തപ്പോൾ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. മൂന്നാമതൊരാൾ പറയുമ്പോൾ ഞാൻ അവരെ ഇതാക്കിയാണ്, മനസ്സിലാവും. ഈഗിളിനെതിരെ ഞാൻ പറയുകയാണ് ചെയ്തത്. കാസ്ട്രോ ലൈവ് എന്താ കാസ്ട്രോ ലൈവ് ഏതാ? 8 Bro no hate but shake nalong avoid cheyang nokin. ഇതാണോ? ഷമീർ കാ പോവലി. ഇല്ല പോവില്ല. വെയിറ്റ് വീസി കയറാം. ഇതിൽ എന്താ എവിടെ ബ്രോ യു ഡോണ്ട് ലവ് MRG ബ്രോ. അതേടാ അങ്ങനെ തോന്നും. അങ്ങനെയാണത്, മനസ്സിലായോ? അതങ്ങനെ Please play song Fandi VIDE Congress. താങ്ക് യു. ഈ പറഞ്ഞ പോലെ അപ്പം ഞാൻ ലീഡർഷിപ്പ് ഞാൻ ഒയ്യെന്ന് ഞാൻ ഇനിയിപ്പോൾ ഈ വേണമെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയാ, ഈ പറഞ്ഞ ഈ MRC ഓഡിയൻസിനോട് ഒരു കാര്യം പറയാനുണ്ട്. ആയോധനകലയ്ക്കുള്ള യൂണിഫോം 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 ആയോധനകലയ്ക്കുള്ള യൂണിഫോം. വെയിറ്റ്, ഇത് എവിടെയാ? ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാൻ ലൈവിൽ വന്നിട്ട് അതിന് അവരെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ സ്വയം പഠിക്കുക. നീ എന്ത് ചെയ്യാൻ അറിയില്ല, ഡൗൺ ആയി കഴിഞ്ഞാൽ വരുന്നൊരു സ്പാം ആണ് മെറ്റ. എവിടെയാണ് മെറ്റ? ഈ മെറ്റ എന്താണെന്ന് വെച്ചിട്ടാണ് ഈ മെറ്റ എന്ന് പറയുന്നത്? ഇവരുടെ സ്ട്രീമറുടെ ഏതെങ്കിലും ഒരു സ്ട്രീമറുടെ വായിൽ നിന്നും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത് മെറ്റ അടിച്ച് വന്നയാടാന്ന് പറഞ്ഞാണ്. പക്ഷെ അവർക്ക് അവർ വേർഡ് മതി. പിന്നീട് ഈ പറയുന്ന മെച്യൂരിറ്റി ഇല്ലാത്ത ഓഡിയൻസ്, ഇവർ നാഴികയ്ക്ക് 40 വട്ടം മെച്യൂരിറ്റി എന്ന് പറയും. പക്ഷെ ഇതേ മെച്യൂരിറ്റി ഇല്ലാത്ത ഈ ഓഡിയൻസ് ആണ് വന്നിരുന്ന് മെറ്റ 47 അല്ലെങ്കിൽ KVA മെറ്റ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോ ഈ മെച്യൂരിറ്റി ഉള്ളവനാണ് ഷെയ്ക്ക് എങ്കിൽ, മെച്യൂരിറ്റി ഉള്ളവനാണ് മാക്കെങ്കിൽ, മെച്യൂരിറ്റി ഉള്ളവരാണ് അവരുടെ ഗ്യാങ്ങിലെ ഓരോ മെമ്പേഴ്സ് എങ്കിൽ, അപ്പോ അവരെ പറഞ്ഞ് തിരുത്തേണ്ട ചുമതല ആ ഗ്യാങ്ങിലുള്ള ഓരോരുത്തരും നിക്ഷിപ്തമാണ്. അത് ചെയ്യാത്തടത്തോളം കാലം മെച്യൂരിറ്റിയെ പറ്റി മിണ്ടാൻ ഒരു ധാർമ്മിക അവകാശവും ഇല്ല. പിന്നെ ഇനിയെങ്കിലും എനിക്ക് ഞാനൊരു ഇപ്പൊ എല്ലാ ഗ്യാങ്ങിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു MRCന്റെ ഒരു ഫാൻ ബോയ് ഒന്നും അല്ല. അതിലും കൂടുതൽ ഞാൻ KVAയും TVAയും ആണ് സ്നേഹിക്കുന്നത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ കള്ളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ MRCയോട് എനിക്കൊരു ഹേറ്റ് ഇല്ല. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ എനിക്ക് പോലും MRCന്റെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ആസ് എൻ ഓഡിയൻസ് എനിക്ക് പോലും MRCയിലെ മെമ്പേഴ്സിനോട് സഹതാപം തോന്നാറുണ്ട്. കാരണം അവരുടെ മെമ്പേഴ്സിന് പോലും കൊടുക്കാത്ത വില ഈ TVAയോടും KVAയോടും, അതായത് ഈ ചില പണ്ടൊക്കെ ആൾക്കാർ പറയല്ലോ താങ്ങി നിൽക്കുക, അതുപോലെ തന്നെയാണ്. അത് താങ്ങി നിൽക്കുന്നത് അവരുടെ ഗ്യാങ്ങിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ പേഴ്സണൽ ഈ പറയുന്ന ഗ്രോത്തിന് വേണ്ടിയും മാത്രമാണ്. അവരുടെ RPയിലുള്ള ക്യാരക്ടറിലൂടെ അവരുടെ പേഴ്സണൽ യൂട്യൂബ് ചാനലായാലും അവരുടെ പേഴ്സണൽ ഗെയിമിംഗ് കരിയറും ഗ്രോ ചെയ്യാൻ വേണ്ടി മാത്രം താങ്ങി നിൽക്കുമ്പോൾ അവർ ആക്ച്വലി ആ ഒരു തെറ്റ് ചെയ്യുന്നത്. ഷമീർ പോലും അങ്ങനെ ചെയ്യാറില്ല. ഷമീറിന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഷമീർ തിരിച്ച് പറയാറുണ്ട്. ഇപ്പൊ പല ഓഡിയൻസും പറയും ഈ ഷമീർ ഒരു ലീഡറാണ്, അല്ലെങ്കിൽ ഷമീർ ഒരു ഈ IED എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കത്തില്ല. കാരണം അതൊരു ഒരു സർട്ടൈൻ സൊസൈറ്റിയിലെ ഒരു കുട്ടികളെ അല്ലെങ്കിൽ മാനസികമായിട്ട് വൈകല്യമുണ്ടോ കുട്ടികളെ കളിയാക്കുന്ന ഒരു വാക്കാണ്, അത് ഉപയോഗിക്കത്തില്ല. പക്ഷെ ഷമീർ അങ്ങനെ ഒരു മോശം ലീഡറാണെന്ന് പലപ്പോഴും പറയുന്നവരുണ്ട്. പക്ഷെ അക്കോർഡിംഗ് ടു മീ എനി ഡേ ഷമീർ ഇസ് എ ബെറ്റർ ലീഡർ അല്ലെങ്കിൽ ബെറ്റർ കോ ലീഡർ അല്ലെങ്കിൽ ബെറ്റർ ലീഡർ ദാൻ ഷെയ്ഖ്. വൈ? ബിക്കോസ് എന്ന് പറഞ്ഞാൽ ഇനി എന്ത് റൂൾ അറിയില്ലേലും, ഇനി എന്ത് RP അറിയില്ലേലും, ഇനി എന്ത് ചെയ്യാൻ അറിയില്ലേലും എന്ന് പറഞ്ഞാലും സ്വന്തം ഗ്യാങ്ങിലെ ഒരു മെമ്പറിനെ തൊട്ടാ ഡാന്ന് വിളിച്ചാ തിരിച്ച് എന്തുവാടാ എന്റെ ഗ്യാങ് മെമ്പറാ, നമ്മൾ അങ്ങനെ അടങ്ങിയിരിക്കണ്ട എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം നട്ടല് ഷമീറിന് കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈഗിളുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായാലും തിരിച്ചു പറയാനുള്ള ഒരു നട്ടല്. താങ്ക് യു ഫോർ ദ സൗദി 10 റിയാൽ. ഷമീർ ഫൺ RP കിങ് ആണ്, ലീഡർ RP. അതെ അതുകൊണ്ടാണ് ഞാൻ ഒയ്യുന്നടാ. സ്വന്തം കരിയർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈഗിളുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായാലും തിരിച്ചു പറയാനുള്ള ഒരു നട്ടാന്ന് വിളിച്ചാ തിരിച്ച് എന്തുവാടാ എന്റെ ഗ്യാങ് മെമ്പറാ, നമ്മൾ അങ്ങനെ അടങ്ങിയിരിക്കണ്ട എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം നട്ടല് ഷമീറിന് കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈഗിളുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായാലും തിരിച്ചു പറയാനുള്ള ഒരു നട്ടല്. അതായത് ആരെ താങ്ങി സ്വന്തം കരിയർ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. അപ്പൊ ആ ഒരു റെസ്പെക്ട് എനിക്ക് ഷമീറിനുണ്ട്. പക്ഷെ ശരിയാണ്, ഷമീറിന് ഈ പറയുന്ന ഇവരെക്കാട്ടിലൊന്ന് RP പല കാര്യങ്ങളും പഠിച്ചു വരാറുണ്ട്. ഇപ്പൊ
ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ പറയാലോ, എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ RPനെ കുറിച്ചോ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. സംഭവം ശരി തന്നെയാണ്. ഈ പറഞ്ഞ പോലെ കാര്യങ്ങളോ ഇതിൻ്റെ സംഭവങ്ങളോ നമുക്ക് അറിയില്ലായിരുന്നു. ദാറ്റ്സ് ട്രൂ ഗൈസ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒറ്റ കാര്യം അറിയാം. ഈ പറയുന്ന പോലെ നമ്മളെ ടീമിൽ നമ്മൾ 35 ആൾക്കാരായിട്ട് നമ്മൾ കൂട്ടമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരുത്തം വന്ന് എന്താടാന്ന് ചോദിക്കുമ്പം ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല ബ്രോ, ഇത് വിട്ടേക്ക്, നിങ്ങൾ വലിയവരല്ലേ എന്ന് പറഞ്ഞ് നിൽക്കാൻ എനിക്കറിയത്തില്ല. അതിപ്പോൾ ഏത് കുണ്ണയാണെങ്കിലും ശരി, നമുക്ക് ഒരുത്തൻ്റെ മുമ്പിലും കുഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഒരു കുണ്ണയും ഇവിടെ നേടിയും വേണ്ട, ഒരു പൂറിയും വേണ്ടി ഇത് ആവശ്യമില്ല. മനസ്സിലായോ? ഞാനിവിടെ വെറുതെ ഇതാക്കിയിട്ട് വന്നല്ലേ. ഞാൻ ഒരു കുണ്ണയും ഇല്ലാണ്ട് GT എന്ന് പറഞ്ഞ ഇതിൽ ഒരു അടിത്തറയില്ലാണ്ട് വന്നവൻ തന്നെയാണ് ഞാൻ ഈ GT എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ. മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ വ്യൂവർഷിപ്പ് ഞാൻ കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഇതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുത്തൻ്റെയും ഇതിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഞാനിത് ഒയ്യാണ് ഗൈസ്. ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് ഞാൻ ഒയ്യാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കി എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം ആരാണ് ലീഡർ, ആരായിരുന്നു മുമ്പത്തെ ലീഡർ, അവർ തന്നെ ലീഡർ തുടരട്ടെ. അതായത് തൊപ്പി, ഇനിയിപ്പോൾ തൊപ്പി തന്നെ ലീഡർ സ്ഥാനം തുടരട്ടെ. അപ്പോൾ ഓനുണ്ടോ ഇല്ലയോ എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഒറ്റ കാര്യം അറിയും, ഇങ്ങോട്ടേക്ക് ഏതെങ്കിലും വന്ന് ഒരുത്തൻ നമ്മളെ 35 ആൾക്കാരെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ കുഞ്ഞു നിൽക്കാനോ അവൻ്റെ അടുത്ത് പോയിട്ട് താങ്ങിക്കൊടുക്കാനോ എനിക്ക് അറിയത്തില്ല. ഞാൻ പച്ചക്ക് അത് ഈഗിളാണെങ്കിലും ശരി, കാസ്ട്രോ ആണെങ്കിലും ശരി, ഏത് വലിയവനാണെങ്കിലും ശരി, ഇങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഒരിക്കലും എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതെൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നമായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര ഇത് വരുന്നത്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഷമീർ നീ ഇരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ്. ഇൻഡയറക്റ്റ് ഹേറ്റ് ആണ് കൊടുക്കുന്നത്. GTA-യിൽ MRZ കാണു വ്യൂവേഴ്സ്, അല്ലാതെ നിനക്കല്ല. നോർമൽ ലൈവ് ആണ് നിന്റെ വ്യൂവേഴ്സ്. ഓക്കെ, അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ നോർമൽ ലൈവും കാര്യങ്ങളായിട്ട് ഞാൻ പോയിക്കോളാം. ഈ പറഞ്ഞ ലീഡർ പൊസിഷൻ ഞാൻ ഒയ്യാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ തലവേദന എടുക്കാൻ പറ്റില്ല. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ലീഡറായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ മെമ്പറായിട്ട് നിൽക്കാം. എന്നെ അതും താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ഇറങ്ങാം. മനസ്സിലായോ? എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങാം. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ RPയും ഈ പറഞ്ഞ പോലെ MRG ഗ്യാങ് വരുന്നതിന് മുമ്പേ എനിക്കൊരു വ്യൂവർഷിപ്പും എനിക്കൊരു ഇതും ഉണ്ടായിരുന്നു. ഞാൻ ഇതാക്കി പറയുന്നതല്ല, എനിക്കൊന്ന് ഉണ്ടായിരുന്നു. അത് ഈ ലീഡർ ആയതിനു ശേഷം പല ഇതും സംഭവിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു കൊള്ളാത്തൊരു ലീഡറാണ്, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ആർക്കും കാണാൻ പറ്റൂലടാ. മനസ്സിലായോ? എന്നെ ആർക്കും അങ്ങനെ കാണാൻ പറ്റത്തില്ല. അത് അങ്ങനെയാണ്. മനസ്സിലായോ? അത് ഞാൻ അതിന് പറ്റിയ ഒരാളല്ല. അപ്പോൾ ഇത് പറ്റുന്ന ആൾക്കാരാരാണോ അവർ ഇതാക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ മെമ്പറായിട്ടോ ലീഡറായിട്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ, അങ്ങനെ സിറ്റിസൺ ആയിട്ട് വേണമെങ്കിൽ ഞാൻ RP കളിക്കും. മനസ്സിലായോ? നമുക്കതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഒയ്യെന്ന്. ഞാനിപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ നോർമൽ ലൈവുമായിട്ട് അതിന് മുമ്പോട്ട് പോയി. ഞാൻ എന്തായാലും കുറച്ച് ദിവസം ബ്രേക്ക് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നോർമൽ ലൈവും എൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പോയിക്കോളാം. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ഹെയ്റ്ററും ഈ പറഞ്ഞ പോലെ കൂടെ നിൽക്കുന്നവനെ ഇതാക്കിയിട്ടും അങ്ങനെ ആക്കിയിട്ടും എനിക്കത് അറിയില്ല. എനിക്കത് പറ്റൂല ഗൈസ്. ഞാൻ പറഞ്ഞില്ല, എനിക്കത് പറ്റൂല. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ കണ്ടത്. ഞാൻ ഇന്നിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇതിൽ നിന്ന് ഒയ്യാണ്. അപ്പോൾ ഇനി ഒരു സാധനം അവിടെ ബാക്കി വെച്ച് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എന്താന്ന് വെച്ചാൽ ഇത് മൊത്തം പറഞ്ഞ് സോർട്ട് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത്. മനസ്സിലാവും? ഫാൽക്കണ്ട കേസ് ഞാൻ പറഞ്ഞുതരാം. ഫാൽക്കണ്ട DC-യിൽ വിളിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതാണ് എൻ്റെ ഡിസിഷൻ. MRG ലീഡർ പൊസിഷൻ ഞാൻ ഒയ്യാണ്. അത് തൊപ്പിക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആരാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നോക്കി നടത്തിക്കും. എനിക്ക് എൻ്റെ ഒരു കാര്യം പറയാം, എനിക്ക് ഫൺ RPയും എനിക്ക് ലിമിറ്റേഷൻസ് ഇല്ലാണ്ട്, റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് എനിക്ക് എൻ്റെ രീതിയിൽ എനിക്ക് കളിക്കണം. മനസ്സിലായോ? എനിക്ക് ഈ പറഞ്ഞ പോലെ ലീഡർ സിറ്റുവേഷൻ വന്നു, അത് വന്നു, ഇത് വന്നു പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയും ഞാൻ IAD ലീഡറാണ്, ഇതാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ ഇതാക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ MRG വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ RP കുറച്ചും കൂടി നിങ്ങൾക്ക് ഒന്നിക്കാൻ അറിയണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൂത്ത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നീങ്ങണം. അതാ ഞാൻ പറഞ്ഞടാ, എനിക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഇതാകുന്നുണ്ട്. എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നടന്നോട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഫുൾ ടൈം അല്ല, ഞാൻ DC മങ്കി എൻ്റെ പരിപാടികളെല്ലാം ചെയ്ത് ഞാൻ പോവും. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും, 1-2 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യും, GTA കളിക്കും. എൻ്റെ പഴയ പോലെ ആയിട്ടുള്ള എൻ്റെ RPയും കാര്യങ്ങളും കോമഡിയും ഫണ്ണും ആയിട്ടുള്ള RPകളായിട്ട് ഞാൻ മുമ്പോട്ട് പോയെന്ന്. ഈ പറഞ്ഞ പരിപാടി ഞാൻ ഇവിടെ വിടുകയെന്ന്. ഈ പറഞ്ഞ പോലെ ലീഡർ ഇപ്പോൾ ലീഡറായിട്ട് എനിക്ക് ഇതിൽ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റൂല. അത് സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ലീഡറൊന്നും ചെയ്യാം. മനസ്സിലാവും? ഞാൻ ലീഡറൊന്നും അതിനോളാം, നോ പ്രോബ്ലം. മെമ്പറായിട്ട് നിൽക്കണം, മെമ്പറായിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ മെമ്പർഷിപ്പ് ഒന്നും ചെയ്യണോ അതും ചെയ്യാം. സിറ്റിസൺ ആവണം. ഓക്കെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഇത് കുറേ ആയി ഞാൻ പറയണമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്.